Hi teachers, good afternoon everybody. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെസൺ 27 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ക്ലോസസും അതിൻ്റെ ടൈപ്സുമാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ആഡ്വേർബ് ക്ലോസ് ആയിരുന്നു. ഇനി ആഡ്വേർബ് ക്ലോസസും അതിൻ്റെ ഡിഫറെൻ്റ് ഓഫ് യൂസേജ്, അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഇനി മിസ് പറയാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. And now we are discussing the lesson 28, adverb clauses. So the adverb clauses can be of 9 kinds. 9 kind adverb clauses ഉണ്ട് എന്നാണ് പറയുന്നത്. 9 തരത്തിലുള്ള adverb clauses ഉണ്ട്. ഫസ്റ്റ് അതിൽ പറയുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ adverb clauses of time. adverb clauses of time എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. Subordinating conjunction like when, before, after, until, as, while, etc. So ഇത്തരത്തിൽ when, before, after, until, as, while ഇത്തരത്തിലുള്ള ക്ലോസസ് എന്താ വെച്ചാൽ ആഡ്വേർബ് ക്ലോസസ് ടൈമിനെയാണ് കാണിക്കുന്നത്. ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടൈമിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആഡ്വേർബ് ക്ലോസസ്. സോ adverb clauses of time answer the question when. അതായത് when എന്നുള്ള ചോദ്യത്തിന്, എവിടെ എന്നുള്ള ചോദ്യത്തിന് ഈ adverb clause ആൻസർ ചെയ്യുന്നതാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ when I finished my studies here I will become a teacher. I will go home after I have done my assignments. സോ നോക്കുക ഇതിൽ ഏതൊക്കെയാണ് ആഡ്വേർബ്സ് അല്ലെങ്കിൽ ആഡ്വേർബ് ക്ലോസസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കുക. എന്നിട്ട് ആ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ആഡ്വേർബ് ക്ലോസസ് ഓഫ് പ്ലേസ്. എന്താണ് ആഡ്വേർബ് ക്ലോസസ് ഓഫ് പ്ലേസ് എന്നാണ് പറയാൻ പോകുന്നത്. സോ ദ ആഡ്വേർബ് ക്ലോസസ് ഓഫ് പ്ലേസ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അതായത് വേറെവർ എന്നുള്ള 2 ആഡ്വേർബ് ക്ലോസസ് ആണുള്ളത്. ദേ ആൻസർ ദ ക്വസ്റ്റ്യൻ വേർ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ ആഡ്വേർബ് ക്ലോസ് ആൻസർ ചെയ്യുന്നത്. യു ക്യാൻ കീപ് ദ ബുക്ക് വേർ എവർ യു ലൈക്ക്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡേ ടു ഡേ ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരാളടുത്ത് പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് നിൻ്റെ ബുക്ക് കീപ്പ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ പറയാറുണ്ടായിരിക്കും. ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഇതൊരു എക്സ്പ്രഷനാണ് കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു. അതിൻ്റെ ഇതാണ് ഇത്. ചിലപ്പോൾ ഒരു ഇഡിമാറ്റിക് എക്സ്പ്രഷനായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ആഡ്വേർബ് ക്ലോസസ് ഓഫ് റീസൺ. ആഡ്വേർബ് ക്ലോസസ് ഓഫ് റീസൺ ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ, ദാറ്റ് ഇത് റീസൺസിനെ അല്ലെങ്കിൽ കാരണങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആഡ്വേർബ് ക്ലോസസ് ആണ്. ദീസ് ആൻസർ ദ ക്വസ്റ്റ്യൻ വൈ. അത് വൈ എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതാണ് ഈ ആഡ്വേർബ് ക്ലോസസ് അല്ലെങ്കിൽ റീസണിന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. ഇനി മറക്കരുത് കേട്ടോ, ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത്രയും നന്നായിരിക്കും. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ബിക്കോസ് ഹി വാസ് ടയേർഡ് ഹി ഡിഡ് നോട്ട് ഡു ദ വർക്ക് പ്രോപ്പർലി. അയാൾ ടയേർഡ് ആയതുകൊണ്ട് ഹി കുഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡ് നോട്ട് വർക്ക് പ്രോപ്പർലി, കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. ആസ് ഹി ഡിഡ് നോട്ട് സ്റ്റഡി വെൽ ഹി ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ. അതായത് അവൻ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ, അങ്ങനെ ഉറപ്പായും ഫെയിലാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആഡ്വേർബ് ക്ലോസസ് ഓഫ് പേർപ്പസ്. എന്താണ് ആഡ്വേർബ് ക്ലോസസ് ഓഫ് പേർപ്പസ് എന്താണ്? സോ ദാറ്റ് in order that and in case introduce the clauses. In order, in case, so that ഇതൊക്കെ ആഡ്വേർബ് ക്ലോസസ് ഓഫ് പേർപ്പസ്, നമ്മളെ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആഡ്വേർബ്സ് ആണ് ഇപ്പോൾ മിസ് പറഞ്ഞത്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഹി സ്റ്റഡീഡ് ഹാർഡ് so
സോ ദാറ്റ് ഹീ കുഡ് ഗെറ്റ് ദ സ്കോളർഷിപ്പ്. അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റഡി ചെയ്തുകൊണ്ട് ഹീ അച്ചീവ് ദ സ്കോളർഷിപ്പ്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടിയെന്നാണ് പറയുന്നത്. ആഡ്വർബ് ക്ലോസസ് അടുത്തതായിട്ട് പറയുന്നത് ആഡ്വർബ് ക്ലോസസ് ഓഫ് റിസൾട്ട് ആണ്. വാട്ട് ഈസ് ആഡ്വർബ് ക്ലോസസ് ഓഫ് റിസൾട്ട്? ദാറ്റ്, സോ ദാറ്റ്, സോ ദാറ്റ് മച്ച്, സച്ച്, ദാറ്റ് എക്സെട്ര ഇൻട്രൊഡ്യൂസ് ദീസ് ക്ലോസസ്. അതായത് ദാറ്റ്, സോ ദാറ്റ്, such that etc. introduce these clauses. The army fought so well that they won the battle. അതായത് ആർമി നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അവർ ആ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയുന്നു. He was such a hard working man that everybody liked him. അയാൾ നല്ലൊരു ഹാർഡ് വർക്കിംഗ് മാൻ ആയതുകൊണ്ട് എല്ലാവരും അയാൾ അഡ്മയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരും അയാൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ആഡ്വർബ് ക്ലോസസ് ഓഫ് കണ്ടീഷൻ. അതായത് കണ്ടീഷൻ്റെ ആഡ്വർബ് ക്ലോസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ്. ഈഫും അതുപോലെ തന്നെ അൺലെസ്സുമാണ് ആഡ്വർബ് കണ്ടീഷൻ്റെ ആഡ്വർബ് ക്ലോസസ് ആയിട്ട് ഇവിടെ പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇഫ് ദ റെയിൻ സ്റ്റോപ്പ് അവർ ക്രോപ്സ് വിൽ ഡൈ, അല്ലെങ്കിൽ ക്രോപ്സ്. ഇഫ് ദ റെയിൻ സ്റ്റോപ്പ്, അതായത് മഴ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വിളകളൊക്കെ നശിച്ചു പോകും എന്നാണ് പറയുന്നത്, വിളകളൊക്കെ കരിഞ്ഞു പോകും. അൺലെസ് ഹീ ചേഞ്ചസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഹീ വിൽ നോട്ട് സക്സീഡ്. അവനവൻ്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ആഡ്വേർബ്സ് ഓഫ് കൺസെഷൻ. ആഡ്വേർബ്സ് ഓഫ് കൺസെഷൻ ആണെന്ന് പറയുന്നത്. അതിൻ്റെ ആഡ്വേർബ് ക്ലോസസ് എന്ന് വെച്ചാൽ ഓൾദോ, ഈവൻ ദോ, ഈവൻ ഇഫ്, നോ മാറ്റർ വാട്ട്, ഇതൊക്കെയാണ് ആ ആഡ്വർബ് ക്ലോസസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓൾദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഷീ ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ. അതായത് അവൾ നന്നായി പഠിച്ചെങ്കിലും ഷീ വാസ് ഫെയിൽഡ്. സ്റ്റഡീഡ് ഹാർഡ് ഷീ ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ. ഓൾദോ, ഈവൻ ദോ, ഇതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി ആഡ്വർബ് ക്ലോസ് ഓഫ് മാനർ. ഇനി അടുത്തതായിട്ട് ആഡ്വർബ് ക്ലോസ് ഓഫ് മാനർ ആണ് പറയുന്നത്. ഇൻ ദീസ് ക്ലോസസ് വി യൂസ് ആസ് എന്നുള്ള ആഡ്വർബ് ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആകെ ഒറ്റ ക്ലോസ് യൂസ് ചെയ്യുന്നില്ല, ആസ് എന്നുള്ള. ദ ഫിലിം എൻഡഡ് ആസ് ഐ ഹാഡ് ഫോർസീൻ. ഞാൻ സിനിമ ഇതിന് കഴിയുന്നതിന് മുന്നേ സിനിമ അതിനെ എൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. യു മേ സ്പെൻഡ് യുവർ ടൈം ആസ് യു ലൈക്ക്. എനിക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ പറയുന്നത് ആസ് യു ലൈക്ക് പറയും, ഇഷ്ടമുള്ള പോലെ ചെയ്തോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആഡ്വർബ് ക്ലോസസ് ഓഫ് കമ്പാരിസൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഹിയർ വി യൂസസ് ദാൻ ആൻഡ് ആസ്. ദാനും ആസും ആണ് യൂസ് ചെയ്യുന്നത്. ഇബ്രാഹിം ഈസ് ടോളർ ദാൻ ഹിസ് സിസ്റ്റർ. ഹി ഡ്രൈവ്സ് ഫാസ്റ്റർ ദാൻ ഹിസ് ഫാദർ ഡസ്. ഫാദർ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്ററായിട്ട് അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം അയാളെക്കാളും ടോളർ ദാൻ, ഇബ്രാഹിം അവൻ്റെ സിസ്റ്ററെക്കാളും ഹൈറ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലോസസ് ആയിരുന്നു. ആഡ്വർബ് ക്ലോസും അതിനെ 9 തരം തിരിച്ചതും 9 സിറ്റുവേഷൻസോ കോണ്ടെക്സ്റ്റിലോ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് എവ്രിവൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെറ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലാരിഫൈ ചെയ്യാം. എനിവേ താങ്ക്സ് എവരിബഡി, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു.